മുഖം ചിരിക്കുകയാണ്. റഫീഖ്, മലയോര മേഖലയിൽ, കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ എന്താണ് നിലവിലത്തെ സ്ഥിതി? അജി, ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും മലയോര മേഖലയിൽ കാണപ്പെടുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം കാണാതായ ഇരുവഞ്ഞിപ്പുഴയിൽ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവമ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ക്യാമ്പുകൾക്കായിട്ട് 4 സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൂടരഞ്ഞി പഞ്ചായത്തിൽ സ്ഥിതി ശാന്തമാണെന്നും ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങൾക്കും അവിടെ ആരംഭിച്ചിട്ടുണ്ടെന്നും 6 സ്കൂളുകൾ അവിടെ നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് ആദർശ് ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാരശ്ശേരി പഞ്ചായത്തിലെ വെള്ളം കയറാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെയും സ്കൂളുകൾ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ കൊടിയത്തൂർ പഞ്ചായത്തിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. വിവിധ മേഖലയിലെ എല്ലാം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതുപോലെ വെള്ളം കയറാൻ ഇടയുള്ള എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലെയും ആളുകളും സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ഏകീകരിച്ചുകൊണ്ടാണ് ഈ കൺട്രോൾ റൂമിലേക്കുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ കോടഞ്ചേരി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ മേഖലയായ വെണ്ടേക്കുംപോയിൽ ഭാഗത്തു നിന്നും നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആദിവാസി കുടുംബങ്ങളെ 18ഓളം കുടുംബങ്ങളെയാണ് അവിടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റിയിട്ടുള്ളത്. ശരി, റഫീഖ് തോട്ടുമുഖമാണ് കോഴിക്കോട് മുക്കത്ത് നിന്നും വാർത്തകൾ നൽകിയിരിക്കുന്നത്.